ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് ഞാൻ നല്ല നാടൻ കുമ്പളങ്ങേൻ്റെ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണ്. പിന്നെ കുമ്പളങ്ങ മാത്രമല്ല, കുമ്പളങ്ങയും മോരും കൂടിയുള്ളൊരു കറീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കൂ, ഇത്ര വലിപ്പമുള്ള ചെറിയൊരു കുമ്പളങ്ങയാണ്. കണ്ടോ, നല്ല ടേസ്റ്റായിരിക്കും വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ കുമ്പളങ്ങയ്ക്കൊക്കെ. കണ്ടോ, അത്ര വലിപ്പമേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഇത് ഉണ്ടായപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല വലിപ്പമൊന്നുമില്ല, നല്ല ചെറുതുമല്ല, ഒരു പാക വലിപ്പമായപ്പം കട്ട് എടുത്തതാണ്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളെ വീട്ടിലുണ്ടായിരുന്ന കുമ്പളങ്ങൊക്കെ കറി വെച്ച് കഴിച്ചാൽ. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കുമ്പളങ്ങയും പരിപ്പ് വെച്ചിട്ടുള്ള കറി. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത്ര ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. കണ്ടോ, ചെറിയ വിത്തൊക്കെ ആയിട്ട്, ഒരുപാട് മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഈ കഷ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്ര വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ജലാംശം കൂടുതലുള്ളൊരു വെജിറ്റബിളാണ് കുമ്പളങ്ങ, ഇളവെന്നൊക്കെ പറഞ്ഞാൽ. കണ്ടോ, ഇത്ര വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ടോ, കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കുമ്പളങ്ങയിൽ കുറച്ച് വെള്ളമുള്ളത് കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് അത് വേവിച്ചെടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞളും ചേർക്കുന്നുണ്ട്. നമ്മൾ ഇനിയും മഞ്ഞൾ ചേർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കുറച്ച് മഞ്ഞളാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വിസിലൊന്നും നമുക്ക് ആവശ്യമില്ല. 2 വിസിലാണ് ഞാൻ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഉള്ള തൈര് നോക്കാം. കണ്ടോ, തൈര് നല്ല കട്ട തൈരാണ്. ഇതിലേക്ക് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല പുളിയുള്ള നല്ല തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കതിൽ വെള്ളം ചേർക്കുകയൊന്നും ചെയ്യരുത്, ആവശ്യത്തിനുള്ള തൈര് ഇതിലേക്ക് വേണം. കണ്ടോ, ഇപ്പോൾ നന്നായി കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. കണ്ടോ, ഞാൻ ഏത് കറിയും മൺചട്ടിയിലാണ് ഉണ്ടാക്കാറുള്ളത്. കണ്ടോ, കുമ്പളങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, പാക വെള്ളത്തിൽ. ഇനി നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. കുറച്ച് ചെരുവിയ തേങ്ങ, 3 വറ്റൽമുളക്, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വറവിലേക്ക് ഒരു അല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും വറവിലേക്ക് കുറച്ച് ഉലുവയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പകുതി അരച്ച് കഴിയുന്നതിന് മുമ്പേ കുറച്ച് ഉള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മൺചട്ടിയിലേക്ക് ആക്കിയത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ഇതിൽ വേവിക്കണം എന്നില്ല, ഒന്ന് തിളച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കേട്ടോ, നന്നായി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീരെ ഒട്ടും തന്നെ വെള്ളം വയ്ക്കുന്നില്ല. ഇനി നമുക്ക് നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ചാണ് ചേർത്തത്. അപ്പോൾ തേങ്ങയും തൈരൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി ഉപ്പും മഞ്ഞളൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കേട്ടോ, 5 മിനിറ്റ് ഒന്നും വേണ്ട, തേങ്ങ വേവുന്നൊരു കുറച്ച് സമയം മതി. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള, പിന്നെ അത് അടിച്ചെടുത്തിട്ടുള്ള മോരൊഴിക്കാം. കണ്ടോ, അടിച്ചെടുത്തപ്പോൾ അത് മോര് നന്നായി അതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിവിടെ കറി റെഡി ആയിട്ടുണ്ട്. അത് തേങ്ങ ഒഴിച്ചതിന് ശേഷം നമുക്കിനി അടുപ്പ് കത്തിക്കാതെ തന്നെയാണ് തൈര് ഒഴിക്കേണ്ടത്. അപ്പോൾ തൈര് അടിച്ചാൽ മോരായല്ലോ, അതുകൊണ്ടാണ് ഞാൻ മോരെന്ന് പറഞ്ഞത്. മോര് ഒഴിക്കേണ്ടത്
അത് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല. കറിയിലെ ചൂട് തന്നെ അത് വെന്തുകൊള്ളും. ഇനി നമുക്ക് ഒന്ന് വറവ് ചെയ്യാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കാണിച്ച ഉലുവ ഇട്ട് കൊടുക്കാം. കണ്ട ഉലുവ ചുവന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഈ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി നല്ല രീതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുമ്പളങ്ങ മോരുകറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരത്തിലുള്ള എന്താ നീരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ കുമ്പളങ്ങ കഴിച്ചാൽ മതി. കണ്ടോ ഇവിടെ കറി നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഒരുപാട് കുമ്പളങ്ങ എടുത്തില്ല. ചെറിയൊരു കഷ്ണം കൊണ്ട് കുറച്ചൊരു ബൗള് തൈര് ഉപയോഗിച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ബൗളിലേക്കുള്ള കറിയേ ഉള്ളൂ. കണ്ടോ കറിവേപ്പില വറ്റൽമുളകിട്ട് കറി വെച്ചിട്ട് വറവിലിട്ടിട്ട് നല്ല രസമുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. പാക വെള്ളത്തിലൊക്കെ കണ്ടോ. എല്ലാവരും എൻ്റെ ധ്യാൻ ദേവ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയുണ്ട് എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അറിയിക്കണം. എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും കാണണം. ഓരോരുത്തർ എൻ്റെ പാചകം നേരിൽ കാണുമ്പോഴൊക്കെ എൻ്റെ കറികളൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.